നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുമ്പോൾ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിമാനങ്ങൾ തന്നെയാണ്. വിമാനയാത്ര അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് മാറ്റി നിർത്താനാവാത്ത ഒന്ന് തന്നെയാണ്. എത്രയോ യാത്രകൾ വിമാനങ്ങളിൽ പ്രവാസികൾ നടത്തിയിരിക്കുന്നു. നമ്മളുടെ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ വിമാനത്തിലുള്ള യാത്രകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഈ വിമാനയാത്രയ്ക്കിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കുക എന്നത് വിമാന കമ്പനികളുടെ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. തങ്ങളുടെ യാത്രക്കാർക്ക് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകുക, നല്ല ഭക്ഷണം നൽകുക, അവർക്ക് യാത്രയ്ക്കിടയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നോക്കുക, അവർക്ക് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമോ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന സുരക്ഷ കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ വിമാന കമ്പനികൾ തന്നെ യാത്രക്കാർക്ക് ഒരുക്കി നൽകേണ്ടതാണ്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഈ വിമാനയാത്രയിൽ ബുദ്ധിമുട്ട് നേരിടുന്നതും മാത്രമല്ല വിമാനയാത്രയ്ക്കിടെ നല്ല അതായത് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ മറ്റുള്ളവരെ കരുതൽ, സ്നേഹം, ഇതൊക്കെ ഒരു തണലാകുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഇടയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല വാർത്തകളെക്കാളും കൂടുതലും മോശമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. വിമാനത്തിനുള്ളിൽ യാത്രക്കാർ നേരിടേണ്ടി വരുന്ന മോശം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഹയാത്രികരുടെ പേക്കൂത്ത്, സഹയാത്രികർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, സഹയാത്രികർ ഉപദ്രവിക്കുന്നത്, സഹയാത്രികർ മറ്റ് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ, അതും പലപ്പോഴും വാർത്തകളായി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നല്ല സർവീസ് യാത്രക്കാർക്ക് നൽകുക എന്നത് വിമാന കമ്പനികളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് പിഴയ്ക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ വിമാന കമ്പനികൾ കേൾക്കുന്ന ഒരു മങ്ങൽ തന്നെയാണ്. മറ്റെന്തിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് സഹിക്കാനാകും. പക്ഷേ ഭക്ഷണം അത് നമ്മൾ കഴിക്കുമ്പോൾ, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു എലി ചാടിപ്പോയാൽ എങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും ഭക്ഷണം അത്രയും വൃത്തിയോടെ അത്രയും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്നത് വലിയൊരു പ്രധാനമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിപ്പോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു സംഭവത്തിന് ഉദാഹരണമായി ഒരു സംഭവ വികാസം ഉണ്ടായിരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ കൂട്ട നിലവിളി. എന്താണെന്ന് അറിയാതെ എല്ലാവരും നിലവിളി ഉയർന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നത്. ഭക്ഷണം വിളമ്പിയതിന് പിന്നാലെയായിരുന്നു ക്യാബിനിൽ നിലവിളി ഉയർന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും ചുറ്റും നോക്കി. ഉടനടി വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനമാണ് നിറയെ യാത്രക്കാരുമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. എല്ലാത്തിനും കാരണമായത് എലിയും. നോർവേയിലെ ഓസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു അടിയന്തരമായി ഇറക്കിയത്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് വിമാനം അടിയന്തരമായി ഇറക്കിയത്. ഭക്ഷണപാത്രത്തിൽ നിന്ന് ജീവനുള്ള എലി ക്യാബിനിലേക്ക് ഓടുകയായിരുന്നു. ഇത് യാത്രക്കാരെ എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിച്ചു. യാത്രക്കാരന് കിട്ടിയ ആഹാരത്തിലായിരുന്നു എലിയെ ജീവനോടെ കണ്ടെത്തിയത്. ഭക്ഷണപ്പൊതിയിൽ നിന്ന് പുറത്തിറങ്ങിയ എലി അടുത്ത സീറ്റിൽ നിന്ന് യാത്രക്കാരുടെ ശരീരത്തിലേക്ക് ചാടുകയായിരുന്നു. ശേഷം ക്യാബിനിലെ തറയിലൂടെ ഓടിയെന്നാണ് യാത്രക്കാർ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണപ്പൊതിയിൽ നിന്നാണ് ഈ എലി ഇറങ്ങി ഓടിയത്. തീർച്ചയായിട്ടും വളരെ അരോചകമായ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഭക്ഷണപ്പൊതിയിൽ നിന്നൊക്കെ ഇത്തരത്തിൽ എലി അങ്ങനത്തെ ജീവികളൊക്കെ ഇറങ്ങി പോകുന്നത് നമുക്കൊട്ടും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത സംഭവം തന്നെയാണ്. മാത്രമല്ല വിമാനത്തിനുള്ളിൽ എലി വരിക എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് എലികൾ വിമാനത്തിൽ കയറി വയറുകൾ കരണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അടക്കം മുന്നിലുണ്ട്. കർശനമായ പ്രോട്ടോകോളുകളാണ് വിവിധ എയർലൈനുകൾ എലിശല്യം അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്നത്. വിമാനത്തിലെ യാത്രക്കാർക്കായി ഭക്ഷണം തയ്യാറാക്കിയ അടുക്കളയിൽ നിന്നോ ഭക്ഷണം വിമാനത്തിലേക്ക് എത്തിക്കുന്നതിനിടയിലോ ആയിരിക്കാം ഈ എലി ഇവിടെ എത്തിയത് എന്നാണ് നിഗമനം. എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം പറയുമ്പോൾ, ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിമാനത്തിലെ ഭക്ഷണത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിസ്മരിക്കാനാവാത്ത മറ്റൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതായത് മാസങ്ങൾക്ക് മുന്നേ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും കിട്ടിയ ഭക്ഷണത്തിൽ ബ്ലേഡ് കണ്ടെത്തിയ സംഭവം. അത് ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. ഭക്ഷണത്തിൽ നിന്നും ബ്ലേഡ് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ ചിത്രമടക്കം ഈ ഒരു അനുഭവം നേരിട്ട വ്യക്തി പങ്കുവച്ചിരുന്നു. പച്ചക്കറി മുറിച്ച ശേഷം ബ്ലേഡ് അറിയാത്ത ഭക്ഷണത്തിൽ ഉൾപ്പെട്ടതാകാം എന്നായിരുന്നു വിഷയത്തിൽ എയർ ഇന്ത്യ വിശദീകരണം നൽകിയത്. മാത്രമല്ല ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാരന്
ലോകത്തിൽ എവിടെയും സൗജന്യ ബിസിനസ് ക്ലാസ് യാത്ര വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എയർ ഇന്ത്യ. പക്ഷേ യാത്രക്കാരൻ ഈ വാഗ്ദാനമൊക്കെ നിരസിച്ചു. ഈ വിവരം പുറത്തുവിടുകയായിരുന്നു. കേറ്ററിംഗ് കമ്പനിയിൽ നിന്നുണ്ടായ വീഴ്ചയാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും എയർ ഇന്ത്യയുടെ ചീഫ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ രാജേഷ് ദോഹ്റ പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ എയർ ഇന്ത്യ അന്വേഷണം നടത്തിയിരുന്നു. ജൂൺ 9-ന് AI-175 വിമാനത്തിൽ യാത്ര ചെയ്ത മാധ്യമപ്രവർത്തകൻ മാത്യു റെസ്പോൾ ആണ് പരാതി ഉന്നയിച്ചത്. ബാംഗ്ലൂർ സാൻ ഫ്രാൻസിസ്കോ റൂട്ടിൽ സർവീസ് നടത്തുന്ന വിമാനത്തിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. ഈ യാത്രക്കാരൻ ഈ അനുഭവം എക്സിൽ പങ്കുവച്ചു. എയർ ഇന്ത്യയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ മുറിക്കാമെന്നായിരുന്നു ഈ ഒരു ചിത്രം പങ്കുവച്ച് യാത്രക്കാരൻ വിമർശനം ഉന്നയിച്ചത്. ബ്ലേഡിന്റെ ചിത്രം ഉൾപ്പെടെ പോൾ പങ്കുവച്ചിരുന്നു. ഭക്ഷണത്തിൽ ബ്ലേഡ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ ഫ്ലൈറ്റ് ജീവനക്കാരെ അറിയിച്ചു. ഇവർ ഉടൻ തന്നെ മാപ്പ് പറഞ്ഞു മറ്റൊരു വിഭവമായി എത്തി. തന്റെ ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല, പക്ഷേ പകരം ഒരു കുഞ്ഞായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നായിരുന്നു പോൾ എയർ ഇന്ത്യയെ ടാഗ് ചെയ്ത് ഈ ഒരു സംഭവം എക്സിൽ പങ്കുവച്ചത്.